നമസ്കാരം കൂട്ടുകാരെ. ബാലവേദിയുടെ പുസ്തക പൂമഴയിൽ ഒരുപാട് കൂട്ടുകാരുടെ കഥകൾ നമ്മൾ കേട്ടൂലേ. ഇനി ഞാനൊരു കഥ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. മലയാള സാഹിത്യത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന എഴുത്തുകാരനാണ് ശ്രീ തകഴി ശിവശങ്കരപിള്ള. ആ കാലഘട്ടങ്ങളിൽ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി സാധാരണക്കാരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അദ്ദേഹം രചനയിലൂടെ സ്വാഗതം ചെയ്തു. തകഴിയുടെ ഏറെ ശ്രദ്ധേയമായ ഒരു ചെറുകഥയാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ. പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കാര്യമാണ് 2018-ലും 2019-ലും നടന്ന ദുരന്തത്തിൻ്റെ അനുഭവം. അതുപോലെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ദുരന്തത്തിൻ്റെ സ്മരണ കൂടിയാണ് ഈ ചെറുകഥ. വലിയൊരു പേമാരിയിൽ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന നാട്ടിലെ ദേവനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ കഥയുടെ തുടക്കം. ആശ്രിതരെയെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോയ ജന്മിയെയും മഴയോട് മല്ലിട്ട് സ്വന്തം വസ്തുക്കൾ സംരക്ഷിച്ചു നിർത്തുന്ന ചേന്നനും യജമാന സ്നേഹത്തെ തുറന്നു കാണിക്കുന്ന ചേന്നൻ്റെ നായയുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ജന്മിയുടെ ആശ്രയത്തിലായിരുന്നു ചേന്നൻ്റെ ജീവിതം. എന്നാൽ ജന്മി സ്വന്തം സുരക്ഷയ്ക്കായി ചേന്നനെ ഉപേക്ഷിച്ചു പോകുന്നു. ചേന്നൻ്റെ നായയുടെ അവസ്ഥയും ഇതിലും വ്യത്യസ്തമല്ല. അവസാനം ചേന്നനും തൻ്റെ നായയെ ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നു. എന്നാൽ ചേന്നൻ്റെ നായ അവൻ്റെ കുടിലിനെയും വസ്തുക്കളെയും അന്ന് വന്ന കള്ളന്മാരിൽ നിന്നും സംരക്ഷിക്കുന്നു. ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ നായ കുറേ ശബ്ദമുണ്ടാക്കി അവസാനം മുതലയ്ക്ക് ഇരയാകേണ്ടി വന്നു. ചേന്നൻ പിന്നീട് തൻ്റെ നായയെ അന്വേഷിച്ചു വന്നു. അവൻ്റെ ഇതെന്ന് തോന്നിക്കുന്ന മൃതശരീരം മാത്രമേ ലഭിച്ചുള്ളൂ. ഏതൊരു വായനക്കാരെയും കഥാസന്ദർഭങ്ങളിലൂടെ കൊണ്ടുപോകുന്ന വിധത്തിലാണ് തകഴിയുടെ ഈ രചന എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.